നമസ്കാരം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് രാജ്യത്ത് രാഷ്ട്രീയമായും നിയമപരമായും ധാർമ്മികമായും നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നുണ്ട്. അറസ്റ്റിലായ വ്യക്തിക്ക് ഔദ്യോഗിക കൃത്യനിർവഹണം സാധിക്കുമോ? അതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടോ? ഈ PML അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിൽ ജാമ്യം കിട്ടുക എളുപ്പമല്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇങ്ങനെ ഉയർന്ന ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴും ഭരണഘടനാ വിദഗ്ധർ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് പറയപ്പെടുന്ന വലിയ നിയമപ്രശ്നങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജയിലിൽ കിടന്ന കെജ്രിവാളിന് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ എത്ര കാലം ഇങ്ങനെ ഡൽഹിയെ ഭരിക്കാനാകുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി അഴിമതി കേസിൽ അറസ്റ്റിലാകുന്നതും അറസ്റ്റിലായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിൽ ഭരണഘടനാപരമായി യാതൊരു തടസ്സവും അരവിന്ദ് കെജ്രിവാളിന് ഇല്ല എന്ന് പറയപ്പെടുന്നു. അറസ്റ്റിലായി എന്ന കാരണം കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അയോഗ്യനാക്കാൻ സാധിക്കുകയില്ല എന്ന് നിയമവൃത്തങ്ങളിൽ സൂചനയുണ്ട്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുക എന്ന ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം അരവിന്ദ് കെജ്രിവാളിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുവാൻ അനുമതി കിട്ടുകയും ചെയ്താൽ ജയിലിൽ നിന്ന് വേണമെങ്കിൽ ഭരണം നടത്താൻ കെജ്രിവാളിന് സാധിച്ചേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതല്ലാത്ത പക്ഷം പ്രായോഗികമായി അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയായി തുടരാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറിയാൽ അവിടെ ഈ ജയിൽ നിയമങ്ങൾ കെജ്രിവാളിന് ബാധകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്യാബിനറ്റ് യോഗങ്ങൾ വിളിക്കാനോ മന്ത്രിമാരുമായി ചർച്ച നടത്തുവാനോ അല്ലെങ്കിൽ അടിയന്തര വിഷയങ്ങളിലൊക്കെ പെട്ടെന്ന് ഇടപെടാനുള്ള നിർദ്ദേശങ്ങൾ നൽകാനോ ഉത്തരവുകളിൽ ഒപ്പുവയ്ക്കാനോ ഒന്നും ഈ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കില്ല എന്നുള്ളത് പരമസത്യമാണ്. അപ്പോൾ എങ്ങനെ ജയിലിലിരുന്ന് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കെജ്രിവാളിന് നിർവഹിക്കാൻ സാധിക്കും? ഇതൊരു ചോദ്യമല്ലേ. പ്രായോഗികമായിട്ട് അത് കഴിയുകയില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. ED സംഘം അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരികയും കെജ്രിവാളിൻ്റെ ഉത്തരവുകൾ അടക്കം പുറത്തു പോകുന്നത് എങ്ങനെയെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ജയിലിൽ നിന്നുള്ള ഭരണം ഇങ്ങനെ എത്ര നാൾ തുടരുമെന്ന് ചോദിക്കുന്നുണ്ട്. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതകളാണോ ഈ പശ്ചാത്തലത്തിൽ തെളിഞ്ഞു വരുന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. ഭരണഘടനയിൽ 239 അനുച്ഛേദത്തിൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെയാണ് 1991 നാഷണൽ ടെറിട്ടറി ഓഫ് ഡൽഹി രൂപീകരിച്ചത് എന്നുള്ളതാണ്. 239A അനുച്ഛേദ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥയിൽ ഏതൊക്കെ സാഹചര്യത്തിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാമെന്ന് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഭരണം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് ഒന്നാമത്തേത്. ശരിയായ രീതിയിലുള്ള ഭരണം ഡൽഹിയിൽ നടക്കാത്ത സാഹചര്യമാണ് രണ്ടാമത്തേത്. ഡൽഹിയിലെ ഇപ്പോഴത്തെ സ്ഥിതിയെ രണ്ടാമത്തെ സാഹചര്യമായി കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ പരിഗണിക്കാം, കണക്കാക്കാം. മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലാണിപ്പോൾ. കസ്റ്റഡി കാലം കഴിഞ്ഞ് ജയിലിലേക്ക് മാറിയാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ നിയമങ്ങൾ കേസിലെ പ്രതി എന്ന നിലയിൽ കെജ്രിവാളിന് ബാധകമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഡൽഹിയിൽ ശരിയായുള്ള രീതിയിൽ ഭരണം നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ കേന്ദ്രത്തിന് രാഷ്ട്രപതി അറിയിക്കുകയും ചെയ്യാം. അങ്ങനെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാനുള്ള സാധ്യത അതിലൂടെ ഉണ്ടാകും. ഡൽഹിയിലെ സാഹചര്യം കണക്കിലെടുത്ത് 239AB അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിക്ക് നേരിട്ട് പോലും വേണമെങ്കിൽ തീരുമാനമെടുക്കാം. അതിനാൽ അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ കഴിഞ്ഞുകൊണ്ട് ഡൽഹി ഭരിക്കുക എന്ന് പറയപ്പെടുന്നത് അത്ര എളുപ്പമാകില്ല എന്നുള്ള സത്യം ഒന്ന് തിരിച്ചറിയുക. ഡൽഹിയിലെ തലൈവർ കെജ്രിവാൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അതൊക്കെ സമ്മതിക്കുന്നു. BJPക്ക് ചിലപ്പോൾ ബൂമറാങ്ങായി മാറുന്ന തരത്തിലേക്ക് ഈ അറസ്റ്റ് എത്തുമോ? PML നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് എന്ന് പറയുമ്പോഴും എന്താണ് ഈ നിയമത്തെ കൂടുതൽ പ്രഹരശേഷിയുള്ളതാക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ നിയമം ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതി ശരിയാണെന്ന അഭിപ്രായം ആർക്കുമില്ല. പക്ഷേ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയകളും തീവ്രവാദികളും കള്ളക്കടത്തുകാരും രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന ആഘാതമുണ്ടല്ലോ, ആ ആഘാതം തടയാൻ ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക ഒരു പ്രമേയം കൊണ്ടുവന്നിരുന്നു. ആ പ്രമേയം ഐക്യരാഷ്ട്രസഭ പാസ്സാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ നിയന്ത്രിക്കാനായിട്ടുള്ള പുതിയ നിയമങ്ങൾ തന്നെ വന്നത് എന്നുള്ള കാര്യം മറന്നുപോകരുത്. 2002 ഇന്ത്യയിൽ PML നിയമം വരുന്നതും ഐക്യരാഷ്ട്രസഭയിൽ വന്ന ഈ അമേരിക്കൻ പ്രമേയത്തിൻ്റെ ചുവട് പിടിച്ചാണ് എന്നുള്ള കാര്യവും വസ്തുതയാണ്. ഈ നിയമപ്രകാരം അറസ്റ്റിലാകുന്ന പ്രതികൾക്ക് ജാമ്യം കിട്ടില്ല.
ജാമ്യം കിട്ടണമെങ്കിൽ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ബോധ്യപ്പെടാത്തിടത്തോളം കാലം ഈ പ്രതികൾ ജയിലിൽ തന്നെ തുടരേണ്ട സാഹചര്യമാണ്. അത് ഉറപ്പാണ്. കാരണം സർക്കാർ തലത്തിലെ അഴിമതി തടയാൻ കൊണ്ടുവന്ന അഴിമതി നിരോധന നിയമത്തെയും കള്ളക്കടത്തുകാരെയും തീവ്രവാദികളെയും നേരിടുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള PML നിയമത്തെയും 2018 നരേന്ദ്രമോദി സർക്കാർ ലയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിയമത്തിലെ ഏകദേശം 45-ാം വകുപ്പിൽ ജാമ്യത്തിനുള്ള വ്യവസ്ഥകൾ കൂടുതൽ കടുപ്പിക്കുകയും ചെയ്തു. അത് ഈ നിയമമാണ് ഇപ്പോൾ കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുക. അഴിമതി നടത്തിയിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലേ കെജ്രിവാളിന് ജാമ്യം പോലും കിട്ടൂ എന്നുള്ളതാണ്. കുറ്റം ചെയ്തിട്ടില്ല എന്ന് കെജ്രിവാൾ തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തണം. ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ പുറത്തു വരാം, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കും. കേസിൽ വിചാരണ നടക്കാതെ കെജ്രിവാളിൻ്റെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കാൻ, എങ്ങനെ കോടതിക്ക് ബോധ്യപ്പെടുമെന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. അതായത് നിരപരാധിത്വം നിയമപരമായി തെളിയിക്കപ്പെടാതെ ഇത്തരം കേസുകളിൽ ജാമ്യം നൽകുവാനുള്ള ഒരു റിസ്ക്, ആ റിസ്കിന് ജഡ്ജിമാർ ഒരിക്കലും നിൽക്കാറില്ല. യഥാർത്ഥത്തിൽ PML നിയമം ഒരിക്കലും ഭരണത്തിലെ അഴിമതി കേസുകളിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഈ കേസുകൾ തെളിയിക്കപ്പെടാതെ പോയെന്ന് കരുതുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത്രയും കാലം ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം എന്ന് പറയപ്പെടുന്ന അതീവ ഗുരുതരമല്ലേ? അത് ഗുരുതരമാണ്. PML നിയമം ഇപ്പോഴത്തെ നിലയിൽ നടപ്പാക്കേണ്ടത് ഉണ്ടോ എന്നത് കോടതികൾ വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് ഉണ്ടാകേണ്ട സാഹചര്യമാണോ നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ മദ്യനയത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റിലായിട്ടുള്ളതെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി വച്ചു പുലർത്തിയ ബന്ധങ്ങൾ, മാത്രമല്ല ചില വാഗ്ദാനങ്ങൾ, 1-2 കോടിയുടെ വാഗ്ദാനങ്ങളല്ല, 133 കോടി രൂപയുടെ അഴിമതിയുണ്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിൽ. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി മദ്യനയത്തിലെ അഴിമതി കേസിൽ മാത്രമല്ല അകത്ത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികൾ കൂടി ഈ അരവിന്ദ് കെജ്രിവാളിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് അരവിന്ദ് കെജ്രിവാളിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കരയുകയും പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇന്ത്യ മുന്നണിയിലെ സുൽത്താൻമാരടക്കം മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുവാൻ അത് ഇന്ത്യയിലെ ആര് ചെയ്താലും, അത് BJP-ക്കാരനോ കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ സമാജ്വാദി പാർട്ടിക്കാരനോ BSP-ക്കാരനോ അങ്ങനെ ഒരു പാർട്ടിയുടെ ബന്ധവുമില്ല. ഇന്ത്യക്കാരനായ ആരൊരാളാണോ രാജ്യസുരക്ഷയ്ക്ക് ബാധിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്, തീവ്രവാദികളുമായി, ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ടടക്കം ബന്ധം പുലർത്തുന്നത്, അവരെയൊക്കെ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ടതാണ്. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവ് തൊട്ടറിയുവാനുള്ള ഒരു ചങ്കിടിപ്പെങ്കിലും ഈ പറയുന്ന വ്യക്തികൾക്കുണ്ടാകേണ്ടതാണ്. ഭാരതീയനെന്ന് ഉറക്ക വിളിച്ചു പറയുവാനുള്ള ഒരു മനസ്സുണ്ടാകണം അവർക്ക്. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യ തലസ്ഥാനം ഭരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ രാജ്യസ്നേഹികളായി മാറേണ്ടത് അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ തീവ്രവാദികളെ അടക്കം വിട്ടു നൽകാമെന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയതിനു ശേഷമാണ് ഡൽഹി ഭരിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ജയിൽ എന്ന് പറയപ്പെടുന്നത്, ഈ കാരാഗ്രഹം എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് എന്ന് പറയേണ്ടി വരും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. അതുതന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത്, നാളെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്.